Hi students, today we will discuss about the equivalent and non-equivalent protons. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നമ്മുടെ സ്പിൻ കാൽക്കുലേഷൻസ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടോൺ NMR ആണെന്ന്. അപ്പോൾ പ്രോട്ടോൺ NMR പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയണം. എന്താണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോട്ടോൺസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ NMR സ്പെക്ട്രം. ചുമ്മാ വരുന്ന പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടുകൾക്കകത്ത് വരുന്ന എല്ലാ പ്രോട്ടോണുകളെയും നമുക്കിതിനകത്ത് റെപ്രസെൻ്റ് ചെയ്ത് ഓരോരോ പീക്കുകൾ കിട്ടുമോ, അത് എങ്ങനെയാണ് അതിനകത്ത് വരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഹൗ ഡു ദേ പ്രൊഡ്യൂസ് ദെയർ ക്യാരക്ടറിസ്റ്റിക് സിഗ്നൽസ് ഈ ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ടും വരുന്നത് എന്താണ്? ദ അബ്സോർപ്ഷൻ ബൈ എ പ്രോട്ടോൺ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് എൻവയോൺമെൻറ്റ്, such as the electron density at the proton and the presence of other protons in the neighborhood. എങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ടുകൾക്കകത്ത് വരുന്ന പ്രോട്ടോൺസ് അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രോട്ടോണിനകത്ത് അബ്സോർപ്ഷൻ നടക്കുക. ഇനി ആ വരുന്ന എൻവയോൺമെൻറ്റ് എന്തൊക്കെയായിരിക്കും? ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് ദ പ്രോട്ടോൺ ആൻഡ് ദ പ്രസൻസ് ഓഫ് അതർ പ്രോട്ടോൺസ് ഇൻ ദ നൈബർഹുഡ്. ചുറ്റുവട്ടത്തുള്ള മറ്റ് പ്രോട്ടോണുകളുടെ പ്രസൻസും കൂടെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് NMRനകത്ത് സിഗ്നൽ കിട്ടുക. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. അല്ലാതെ ചുമ്മാ എല്ലാം കൂടെ നമുക്ക് സിഗ്നൽ തരും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ചില പ്രത്യേക കണ്ടീഷൻസിൽ മാത്രമേ NMR സിഗ്നലുകൾ കിട്ടുള്ളൂ. അതെന്തൊക്കെയാണ്? ഇനി അതുപോലെ തന്നെ ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പ്രോട്ടോൺ ഈസ് ആക്ച്വലി ഡിഫറെൻറ്റ് ഫ്രം ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുമല്ലോ NMRനകത്ത്. ആ ഫീൽഡ് തന്നെ ആയിരിക്കില്ല, ആ ഫീൽഡ് സ്ട്രെങ്ത് തന്നെ ആയിരിക്കില്ല ഒരു പ്രോട്ടോണിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പ്രോട്ടോൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽഡ് ആയിരിക്കും നമ്മുടെ പ്രോട്ടോണുകൾക്കുള്ളിൽ അഫക്റ്റ് ചെയ്യപ്പെടുക. അതെന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ദ എൻവയോൺമെൻറ്റ് വിൽ മോഡിഫൈ ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആ മോഡിഫൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും നമ്മുടെ പ്രോട്ടോണിനകത്ത് ഉണ്ടാവുക. For the same applied field, different protons will experience different environment. ഇതും മറക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രോട്ടോണുകൾക്കകത്ത് നമ്മളൊരു അപ്ലൈഡ് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിന് വേരിയേഷൻ വരാം. എങ്ങനെയാണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ എൻവയോൺമെൻറ്റ് ദാറ്റ് വിൽ മോഡിഫൈ ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദിസ് മോഡിഫൈഡ് ഫീൽഡ്, ആ മോഡിഫൈഡ് ഫീൽഡ് സ്ട്രെങ്ത് ആണ് എവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നമ്മുടെ പ്രോട്ടോണുകൾക്കുള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർ ദ സെയിം അപ്ലൈഡ് ഫീൽഡ്, ഒരേ അപ്ലൈഡ് ഫീൽഡിനകത്താണെങ്കിൽ പോലും ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് വിൽ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്. ഒരു ഫീൽഡിലാണെങ്കിലും പല പ്രോട്ടോണുകൾ പല എൻവയോൺമെൻ്റ് ആയിരിക്കും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ എൻവയോൺമെൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ വരുന്ന ഫീൽഡ് സ്ട്രെങ്തും മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന സിഗ്നലുകളും വരിക. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ നമുക്കിപ്പം ഇക്വലൻ്റ് നോൺ ഇക്വലൻ്റ് പ്രോട്ടോണുകൾ പറയാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ദെൻ ഇക്വലൻ്റ് പ്രോട്ടോൺസ് ആൻഡ് നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ്. എന്താണ് ഇക്വലൻ്റ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ? ദ പ്രോട്ടോൺസ് ഇൻ എ മോളിക്യൂൾ ഹാവിങ് സെയിം എൻവയോൺമെൻറ്റ് അബ്സോർബ് അറ്റ് ദ സെയിം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. സച്ച് പ്രോട്ടോൺസ് ആർ കാൾഡ് ഇക്വലൻ്റ് പ്രോട്ടോൺസ്. എന്താണ്? സെയിം എൻവയോൺമെൻറ്റിലായിരിക്കും, സെയിം എൻവയോൺമെൻറ്റ് അബ്സോർപ്ഷൻ ആയിരിക്കും അവിടെ നടക്കുക, സെയിം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൽ. സെയിം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൽ സെയിം എൻവയോൺമെൻറ്റ് അബ്സോർപ്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ സച്ച് പ്രോട്ടോൺസ് ആർ കാൾഡ് ഈക്വലൻ്റ് പ്രോട്ടോൺസ്. അത് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കുക. ഇക്വലൻ്റ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ദ പ്രോട്ടോൺസ് ഹാവിങ് അല്ലെങ്കിൽ ദ പ്രോട്ടോൺസ് ഇൻ എ മോളിക്യൂൾ ഹാവിങ് സെയിം ഇക്വലൻ്റ് അബ്സോർപ്ഷൻ ഓർ സെയിം environment's absorption at same magnetic field strength. Such protons are called equivalent protons. അതുപോലെ നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ് എങ്ങനെയായിരിക്കും? ഡിഫറെൻറ്റ് എൻവയോൺമെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ഫീൽഡ് സ്ട്രെങ്ത് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ സച്ച് പ്രോട്ടോൺസ് ആർ കാൾഡ് നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ്.
അപ്പോൾ ഒരു കാര്യം കൂടെ അറിയണം, ഈ നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ് ആയിരുന്നാലും ഇക്വലൻ്റ് പ്രോട്ടോൺസ് ആയിരുന്നാലും രണ്ടും രണ്ടാണെന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഇതിൽ ഈ ഇക്വലൻ്റ് പ്രോട്ടോൺസിന് ഓൾ ദ ഇക്വലൻ്റ് പ്രോട്ടോൺസ് ഗീവ് ഓൺലി വൺ സിഗ്നൽ, ഒരൊറ്റ സിഗ്നൽ. നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഇനി എത്ര ഇക്വലൻ്റ് പ്രോട്ടോണുകൾ ഉണ്ടെങ്കിലും, ഒരു 6 4 എത്ര ഇക്വലൻ്റ് പ്രോട്ടോണുകൾ ഉണ്ടായിരുന്നാലും ആ ഇക്വലൻ്റ് പ്രോട്ടോണുകൾക്ക് എല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ സിഗ്നലായിരിക്കും നമുക്ക് കിട്ടുക. അല്ലാതെ 6 പ്രോട്ടോണുകൾ ഉണ്ട് എന്ന് വെച്ചിട്ട് 6 സിഗ്നൽ നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ ഇക്വലൻ്റ് പ്രോട്ടോണുകൾക്കെല്ലാം കൂടെ ഒരു സിഗ്നൽ. അപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയയിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, ഫ്രം ദ നമ്പർ ഓഫ് സിഗ്നൽസ് ഒബ്റ്റൈൻഡ് ഇൻ ദ NMR സ്പെക്ട്രം we can say that how many different types of protons are present in our molecule. നമ്മുടെ കിട്ടുന്ന NMR സ്പെക്ട്രത്തിനകത്തുള്ള നമ്പർ ഓഫ് സിഗ്നൽസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മോളിക്യൂളിനകത്ത് എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോണുകളുണ്ട്, എത്ര പ്രോട്ടോണുകളുണ്ട് എന്നല്ല, പ്രോട്ടോണുകളുടെ എണ്ണമല്ല പറയാൻ പറ്റുക, ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ഇൻ അവർ മോളിക്യൂൾ, അത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സിഗ്നലുകളുടെ എണ്ണം വെച്ചിട്ട്, NMR സിഗ്നലുകളുടെ എണ്ണം വെച്ചിട്ട്, കാരണം അതെല്ലാം നോൺ ഇക്വലൻ്റ് പ്രോട്ടോണുകളായിരിക്കും. ഈ നോൺ ഇക്വലൻ്റ് പ്രോട്ടോണുകൾക്ക് വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് സിഗ്നൽസ്. ഇക്വലൻ്റ് പ്രോട്ടോണുകൾക്ക് എല്ലാം കൂടി ചേർന്ന് ഒറ്റ സിഗ്നലേ കിട്ടുള്ളൂ. നോൺ ഇക്വലൻ്റ് പ്രോട്ടോണുകൾക്ക് ഡിഫറെൻറ്റ് സിഗ്നലുകൾ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രോട്ടോണുകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന NMR സിഗ്നലുകളുടെ എണ്ണം വെച്ചിട്ട്, സ്പെക്ട്രത്തിനകത്തുള്ള സിഗ്നലുകളുടെ എണ്ണം വെച്ചിട്ട് വി ക്യാൻ സേ ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ഇൻ അവർ കോമ്പൗണ്ട്, അവർ മോളിക്യൂൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇതാണ് ഇഥൈൽ ക്ലോറൈഡ്, CH3CH2Cl. അപ്പോൾ ഇവിടെ എന്താണ്, വി ഹാവ് 3 CH3 പ്രോട്ടോൺസ് അല്ലേ. ഫസ്റ്റ് വൺ CH3ക്കകത്ത് മൊത്തം എത്ര പ്രോട്ടോണുകളുണ്ട്? 3 എണ്ണം ഉണ്ട്. 3 ഹൈഡ്രജൻ ഇല്ലേ? അതുപോലെ തന്നെ CH2നകത്ത് 2 പ്രോട്ടോണുകളുണ്ട് അല്ലേ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന CH3 ആയിരുന്നാലും CH2 ആയിരുന്നാലും ഡിഫറെൻ്റ് എൻവയോൺമെൻറ്റിലാണ് വരുന്നത്. അതായത് ദിസ് CH3 പ്രോട്ടോൺസ് ആർ ഡിഫർ ഫ്രം CH2 പ്രോട്ടോൺസ്. CH3 പ്രോട്ടോണും CH2 പ്രോട്ടോണും അതിനകത്തുള്ള പ്രോട്ടോൺ എല്ലാ ഹൈഡ്രജൻ അല്ലേ എന്നല്ല, പക്ഷേ അത് രണ്ടും രണ്ടാണ്. പക്ഷേ ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇക്വലൻ്റ് ആണോ. അപ്പം നമുക്ക് പറയാം, നമ്മൾ മനസ്സിലാക്കി നമ്മുടേതിനകത്ത് 2 ടൈപ്പ് പ്രോട്ടോണുകളുണ്ട്. ഏതൊക്കെയാണ്? CH3 പ്രോട്ടോണുകളും CH2 പ്രോട്ടോണുകളും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോണുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊന്ന് പറയാം, നമ്മുടെ NMRനകത്ത് എത്ര സിഗ്നലുകൾ കാണും? 2 ഡിഫറെൻറ്റ് സിഗ്നൽസ് വി വിൽ ഗെറ്റ്. ഫോർ ഇഥൈൽ ക്ലോറൈഡ് വി വിൽ ഗെറ്റ് 2 സിഗ്നൽസ്, 2 NMR സിഗ്നൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അത് അങ്ങനെ ആണോ എന്നുള്ളതൊന്ന് നോക്കാം. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന CH3 പ്രോട്ടോൺ? ലെറ്റ്സ് വി ചെക്ക് വെദർ ദ 3 CH3 പ്രോട്ടോൺസ് ആർ ഈക്വലൻ്റ് ഓർ നോട്ട്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പറഞ്ഞിരിക്കുന്ന 2 സിഗ്നൽ ഉണ്ടെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അത് 2 സിഗ്നൽ ആണോ, അതേ ഇനി ഈ 3 അപ്പുറത്ത് 2 അതെല്ലാത്തിനും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിയും വേറെയും വരാം അല്ലേ. അപ്പം ഈക്വലൻ്റ് പ്രോട്ടോൺ ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെ നോക്കാം? നമ്മൾ ഈ ഫസ്റ്റ് CH3ക്കകത്തുള്ള ഹൈഡ്രജനെ ഇഫ് വി റീപ്ലേസ് എനി ഓഫ് ദ ഹൈഡ്രജൻ ഇൻ ദ CH3 ഗ്രൂപ്പ് ബൈ an Z ഗ്രൂപ്പ്, വി ഒബ്റ്റെയിൻ സെയിം കോമ്പൗണ്ട് CH2Z അല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കിയേ. അതിനെ CH3 നമുക്കിങ്ങനെ എഴുതാമല്ലോ, CH3CH2Cl. ഇതിനകത്ത് ആ 3 ഹൈഡ്രജനെയും ഓരോന്നായിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി നോക്കുക. അതിന് ഒരു Z ഗ്രൂപ്പ് കൊണ്ട് എഴുതി നോക്കാം. ഇത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? എവിടെ നോക്കിയാലും CH2CL അവിടെ നിന്നോട്ടെ, CH2Z ഏത് മാറ്റിയാലും CH2Z എന്നല്ലേ വരുള്ളൂ. അപ്പോൾ അത് സെയിം അല്ലേ അല്ലേ. അപ്പോൾ ഹിയർ വി വിൽ ഗെറ്റ് സിമിലർ കോമ്പൗണ്ട്. CH2Z എന്ന് പറയുന്ന ഒറ്റൊരു കോമ്പൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ദീസ് 3 മീഥൈൽ പ്രോട്ടോൺസ് ആർ കെമിക്കലി ഈക്വലൻ്റ്. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് സിമിലർ കോമ്പൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ പറഞ്ഞിരിക്കുന്ന CH3 പ്രോട്ടോണുകൾ എന്ന് പറയുന്നത് ദീസ് 3 മീഥൈൽ പ്രോട്ടോൺസ് ആർ കെമിക്കലി ഈക്വലൻ്റ് ആണ്.
Therefore, they will provide just one signal. ആദ്യമേ പറഞ്ഞ പോലെ എന്താണ്, ഈ 3 CH3 പ്രോട്ടോണുകൾക്കും കൂടെ ചേർന്ന് നമ്മുടെ NMR സ്പെക്ട്രത്തിനകത്ത് 3നും കൂടെ ചേർന്ന് ഒരൊറ്റ സിഗ്നൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലാതെ 3നും നിങ്ങൾ വിചാരിക്കണ പോലെ 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പോൾ 3 സിഗ്നൽ കാണത്തില്ല. 3ഉം ഇക്വലൻ്റ് ആണ്, കെമിക്കലി ഇക്വലൻ്റ് ആയത് കാരണം 3നും കൂടെ ഒരൊറ്റ സിഗ്നൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ അബ്സോർബ് അറ്റ് ദ സെയിം ഫീൽഡ് സ്ട്രെങ്ത്. അപ്പോൾ അവിടെ നടക്കുന്നത് ഇക്വലൻ്റ് പ്രോട്ടോണുകൾ എന്ന് പറഞ്ഞാൽ സെയിം ഫീൽഡ് സ്ട്രെങ്തിലായിരിക്കും അബ്സോർപ്ഷൻ നടക്കുക. സെയിം ഫീൽഡ് സ്ട്രെങ്തിൽ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ 3നും കൂടെ ഒറ്റ സിഗ്നലല്ലേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അപ്പുറത്തെ CH2 പ്രോട്ടോൺസ്, ഈ CH2 പ്രോട്ടോണുകൾ ഇക്വലൻ്റ് പ്രോട്ടോണുകളാണോ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതും ഇതേപോലെ ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? CH3, CH2, Cl. ഇവിടെയും ആ ഓരോ പ്രോട്ടോണുകളെയും നിങ്ങൾ റീപ്ലേസ് ചെയ്ത് നോക്കിയേ. ഇഫ് വി റീപ്ലേസ് ദ 2 ഹൈഡ്രജൻ സെപ്പറേറ്റ്ലി ബൈ ആൻ Z ഗ്രൂപ്പ്, സെയിം ഇതേപോലെ തന്നെ റീപ്ലേസ് ചെയ്തൊന്ന് എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ വി വിൽ ഗെറ്റ് 2 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. 2 ഡിഫറെൻറ്റ് സ്ട്രക്ചറുകൾ കിട്ടും. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന 2 ഡിഫറെൻറ്റ് സ്ട്രക്ചറുകളാണെങ്കിലും ദേ ആർ മിറർ ഇമേജസ് അല്ലേ? അതിനിടയിൽ ആ 2 സ്ട്രക്ചറിൻ്റെയും ഇടയിലൊരു മിറർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മിറർ ഇമേജ് പോലല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു എനാൻഷ്യോമേഴ്സ് ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എനാൻഷ്യോമേഴ്സ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ, ഓക്കെ, മറന്നു പോരുത്. അപ്പം 2 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ് കിട്ടുന്നതെങ്കിലും ബട്ട് വി വി ഗെറ്റ് ഇനാൻഷ്യോമേഴ്സ്. അപ്പോൾ ഇനാൻഷ്യോമേഴ്സ് ആണ് കിട്ടിയതെങ്കിൽ that also we considered it as chemically equivalent. അതായത് these 2 structures are enantiomers of each others. Such protons are also considered as chemically equivalent. അപ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണെങ്കിലും പക്ഷേ അതെന്താണ്? എനാൻഷ്യോമേഴ്സ് ആണ്. അപ്പം എനാൻഷ്യോമേഴ്സ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ we will consider it as chemically equivalent. എനാൻഷ്യോമേഴ്സ് ആയിട്ട് അല്ല ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് കിട്ടുന്നതെങ്കിൽ നമ്മളത് ഇക്വലൻ്റ് പ്രോട്ടോണുകളാണെന്ന് പറയില്ല. അതും മറക്കരുത്. അപ്പം എനാൻഷ്യോമർ ആണെങ്കിൽ മാത്രമേ കെമിക്കലി ഈക്വലൻ്റ് ആണെന്ന് പറയുള്ളൂ. അപ്പോൾ കെമിക്കലി ഈക്വലൻ്റ് ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ദെൻ ഹിയർ ഓൾസോ വി ഗെറ്റ് ഓൺലി 1 സിഗ്നൽ. ഇവിടെയും ആ 2 CH2നും കൂടെ ചേർത്ത് ഒരൊറ്റ സിഗ്നൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? നമ്മുടെ NMR സ്പെക്ട്രത്തിനകത്ത് ഈഥൈൽ ക്ലോറൈഡിന് വി വിൽ ഗെറ്റ് 2 സിഗ്നൽസ്. CH3യുടെ സിഗ്നലും CH2ൻ്റെ സിഗ്നലും. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് നമുക്ക് ആ ഒരു സ്പെക്ട്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സ്ട്രക്ചറിനകത്ത് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോണുകൾ ഉണ്ടായിരുന്നു, 2 ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിലുള്ള പ്രോട്ടോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കണം. എന്താണ്? ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ്. ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്കൊരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രോട്ടോണുകൾ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിയണമെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ NMR സ്പെക്ട്രയുടെ പീക്കൊക്കെ ഇനി അങ്ങോട്ട് പോയി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാദ്യം നിങ്ങൾ പഠിക്കണം. എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ പ്രോട്ടോണുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഹൗ മെനി NMR സിഗ്നൽസ്, അങ്ങനെ എത്ര NMR സിഗ്നലുകൾ നമുക്ക് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഹൗ മെനി NMR സിഗ്നൽസ് ആർ ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് അനുസരിച്ചിട്ട് എങ്ങനെ നമ്പർ ഓഫ് NMR സിഗ്നൽസ് കിട്ടുക, അത് എണ്ണം അനുസരിച്ചിട്ടിരിക്കും. അത് എത്ര എണ്ണം വരും എന്നൊക്കെ ഉള്ള 1-2 എക്സാമ്പിൾസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ CH3 CBr2 CH3 എങ്ങനെ ചെയ്യും നമ്മൾ? അപ്പോൾ ഇതിനകത്ത് എത്ര പ്രോട്ടോണുകളുണ്ടെന്നല്ല, എത്ര ടൈപ്പ് പ്രോട്ടോണുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം ഇതിനകത്ത് 6 പ്രോട്ടോണുകളുണ്ട്, പക്ഷേ എത്ര ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള 2 പ്രോട്ടോണുകളും ഈ സൈഡിലുള്ള CH3 പ്രോട്ടോണുകളും ഇവിടെയും 2 CH3 പ്രോട്ടോൺ, ഇവിടെയും 3 CH3 പ്രോട്ടോണുണ്ട്, ഇപ്പുറത്തും ഒരു 3 CH3 പ്രോട്ടോണുകളുണ്ട്. ഈ 3 CH3 പ്രോട്ടോണും സിമിലർ പ്രോട്ടോൺസ് ആണ്, സിമിലർ എൻവയോൺമെൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദീസ് 6 CH3 പ്രോട്ടോൺസ് ദാറ്റ് ആർ ഈക്വൽ. അപ്പം അതിന് നമുക്ക് എപ്പോഴും എഴുതേണ്ടത് ഇങ്ങനെയാണ്, A
എ, ഈ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഒറ്റൊരു ടൈപ്പ് പ്രോട്ടോണുകളേ ഉള്ളൂ. ഓൾ ദ പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദിസ് കോമ്പൗണ്ട് ദാറ്റ് ആർ ഈക്വലൻ്റ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഈക്വലൻ്റ് ആയത് കാരണം നമുക്ക് എത്ര NMR സിഗ്നൽസ് കാണും? എല്ലാം ഈക്വലൻ്റ് ആയത് കാരണം ഒറ്റൊരു NMR സിഗ്നലേ കാണുള്ളൂ. നമ്പർ ഓഫ് NMR സിഗ്നൽ 1 ആയിരിക്കും. അപ്പോൾ വേറെ ഒന്നെടുത്തേ, CH3 CHCl CH3 ഇങ്ങനത്തെ കേസസിലോ ഇവിടെയും മേളിലുണ്ടായിരുന്ന പോലെ CH3 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെയോ, ഇവിടെ എന്ന് പറയുന്നത് ഈ CH3 ഡിഫറൻ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്ന പോലെ ആ Z കൊടുത്ത് ചെയ്താൽ മതി. അതായത് CH3 CHCl CH3. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഇതിൻ്റെ എൻവയോൺമെൻറ്റ് വ്യത്യാസമാണ്. അത് കാരണം ഈ CH3 ഒരു ടൈപ്പ്, ഈ ഹൈഡ്രജൻ, ഇതിനകത്ത് വരുന്ന ഹൈഡ്രജൻ വേറൊരു ടൈപ്പ്, ദിസ് ഹൈഡ്രജൻ വേറൊരു ടൈപ്പ്. ഇത് മൂന്ന് ടൈപ്പ് പ്രോട്ടോൺ. ഇതിനിടയിലൊരു ഹൈഡ്രജൻ ഉണ്ട്, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. CH3 മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. അപ്പം ഇവിടെ 3 ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട്. ദെയർഫോർ ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് പ്രോട്ടോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര NMR സിഗ്നൽസ് കിട്ടും? 3 ടൈപ്പ് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് 3 NMR സിഗ്നൽസ്. 3 NMR സിഗ്നലുകളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഓക്കെ, വേറൊരു എക്സാമ്പിൾ. C ഡബിൾ ബോണ്ട് C H CH3 Br. അപ്പോൾ ഇവിടെയുള്ള പ്രോട്ടോണുകളുടെ പ്രോട്ടോൺ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ 2 പ്രോട്ടോണുകളും സിമിലർ പ്രോട്ടോണുകളല്ലേ, ഇതെന്തായാലും വ്യത്യാസമാണ്. അപ്പോൾ ഇതൊരെണ്ണം, ഇത് രണ്ടും സിമിലർ പ്രോട്ടോണുകളല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ നമ്മളിവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ചെയ്ത് നോക്കേണ്ടത് എന്താണ്? നമ്മുടെ Z ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് നോക്കുക. Z ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിനെ Z ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? CH3 Br ഡബിൾ ബോണ്ട് CZH. അടുത്ത് താഴത്തേനെ റീപ്ലേസ് ചെയ്യുമ്പോഴോ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? HZ. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കോമ്പൗണ്ടുകളല്ലേ, എനാൻഷ്യോമർ ആയിട്ടൊന്നും അല്ലല്ലോ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാരണം ഇത് രണ്ടും ഈ പ്രോട്ടോണും ഈ പ്രോട്ടോണും ഇത് രണ്ടും 2 പ്രോട്ടോണാണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെയും നമ്മുടെ കയ്യിൽ എത്ര പ്രോട്ടോണുകളുണ്ട്? In this case also we have 3 protons. ഇതൊരു സെറ്റ് പ്രോട്ടോൺ, ഇതൊരു പ്രോട്ടോൺ, ഇത് ഈ 3ഉം ഈക്വലൻ്റ് ആണ് അല്ലേ? ഈ 3 പ്രോട്ടോണുകളും ഈക്വലൻ്റ് ആണ്. അതെങ്ങനെയാണ്? CH3 അതായത് ഈ CH3യിൽ വന്നത് ഇവിടെ എല്ലായിടത്തും ഉള്ള CH3യിലുള്ളത് തന്നെ. അപ്പം ഇത് 3ഉം ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇത് 3ഉം എന്തായാലും ഈക്വലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സിഗ്നൽ കാണും. അടുത്ത് നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്ത് നോക്കി, ഇതിനൊരെണ്ണം കാണും, ഇതിനൊരെണ്ണം. അപ്പോൾ ഇവിടെയും 3 എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതൊന്ന് നോക്കിയേ. ഇതിനകത്താണെങ്കിലോ CH3 C ഡബിൾ ബോണ്ട് CHH. ഇവിടെയോ ഇവിടെയും നമ്മൾ ഈ ചെയ്ത് നോക്കേണ്ടത് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഹിയർ ദീസ് 3, ഈ CH3 3 CH3യും ഈ 3 CH3 പ്രോട്ടോണുകളും ഇത് രണ്ടും സിമിലർ പ്രോട്ടോണുകളാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇത് രണ്ടിനും കൂടെ ചേർന്ന് ഒരൊറ്റ സിഗ്നലേ കിട്ടുള്ളൂ. ഈ 6 CH3 പ്രോട്ടോണുകളും സിമിലർ പ്രോട്ടോണുകളാണ്, ഈക്വലൻ്റ് പ്രോട്ടോൺസ് ആണ്. അതുപോലെ ഈ പ്രോട്ടോണുകൾ ഇവയും ഈക്വലൻ്റ് പ്രോട്ടോണുകളാണ്. ദെയർഫോർ ഇൻ ദിസ് കേസ് നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 2 ഈക്വലൻ്റ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ 2 ടൈപ്പ് പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. ദെയർഫോർ വി വിൽ ഗെറ്റ് 2 NMR സിഗ്നൽസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇനി വേറൊരു എക്സാമ്പിൾ. CH2Cl CH2Cl. നമുക്കെങ്ങനെ ചെയ്യാം? CH2Cl. ഇവിടെ ഈ കേസിൽ നമ്മൾ ഇങ്ങനെ എടുത്താലും രണ്ടും ഈ പറഞ്ഞിരിക്കുന്ന CH2 എന്ന് പറയുന്നത് സിമിലർ ആണ്. അപ്പോൾ അത് കാരണം ഇൻ ദിസ് കേസ് വി ഹാവ് ഓൺലി 1 ടൈപ്പ് പ്രോട്ടോൺ. എല്ലാം ഈക്വലൻ്റ് പ്രോട്ടോൺ ആണ്. ഇതും ഈക്വലൻ്റ് ആണ്, ഇതും ഈക്വലൻ്റ്. 2 സൈഡിലും ക്ലോറിനല്ലേ വന്നിട്ടുള്ളൂ. അതേസമയം ഈ ക്ലോറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ബ്രോമിൻ ആയിരുന്നു എങ്കിൽ
അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഒറ്റ സിഗ്നലേ കിട്ടുള്ളൂ. ഇനി ഇങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ CH2Cl CH2Br, അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ആൾക്കാർ മാറി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എയും ഇത് ബിയും രണ്ടും രണ്ട് ടൈപ്പ് തന്നെ ആയിരിക്കും. വി വിൽ ഗെറ്റ് 2 NMR സിഗ്നൽസ്. രണ്ടും രണ്ട് ടൈപ്പായി മാറും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് പ്രോട്ടോണുകളെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ വേറൊന്ന് നമ്മുടെ ടൊളുവീനെ നമുക്കൊന്ന് നോക്കാം. ടൊളുവീൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബെൻസീൻ റിങ്ങും കാണും, ഒരു CH3 ഗ്രൂപ്പും കാണും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടൊളുവീനെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഒരു ഹൈഡ്രജൻ, ഹിയർ ഹൈഡ്രജൻ, ഹിയർ ഹൈഡ്രജൻ, ഹിയർ ഹൈഡ്രജൻ, ദെൻ CH3 H. ഇവിടെ എത്ര ഇക്വലൻ്റ് പ്രോട്ടോണുകളുണ്ട്, എത്ര ടൈപ്പ് പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കും ഇൻ ദിസ് കേസ്? ടൊളുവീൻ്റെ കേസിൽ ടൊളുവീൻ്റെ കേസിൽ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ബെൻസീൻ റിങ്ങിൽ വരുന്ന പ്രോട്ടോണുകൾ, ബെൻസീൻ റിങ്ങിൽ വന്നിരിക്കുന്ന ഇത്രയും പ്രോട്ടോണുകൾ, ഇതെല്ലാം ഒരു സെറ്റ് പ്രോട്ടോണാണ്. ഇവയെല്ലാം ഇക്വലൻ്റ് പ്രോട്ടോണാണ്. അപ്പോൾ അതിനെല്ലാം കൂടെ നമുക്ക് എ എന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇപ്പുറത്തെ CH3 ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഇത്രയും പ്രോട്ടോണുകൾ, ഈ 3 പ്രോട്ടോൺ, അത് വേറൊരു ടൈപ്പ് പ്രോട്ടോണാണ്. അതിനെ നമുക്ക് ബി എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ശരിക്കും 2 ടൈപ്പ് പ്രോട്ടോണുകളുണ്ട്. ദെയർഫോർ വി വിൽ ഗെറ്റ് 2 NMR സിഗ്നൽസ് ടൊളുവീൻ്റെ കേസിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോട്ടോണുകളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഇത്രയും പ്രോട്ടോണുകളുണ്ട് എന്ന് കരുതിയിട്ട് അത്രയും NMR സിഗ്നലുകൾ നമുക്ക് കിട്ടുകയോ അങ്ങനെയൊന്നുമല്ല. അതായത് ഇക്വലൻ്റ് പ്രോട്ടോണുകൾക്കെല്ലാം കൂടെ ചേർന്നിട്ട് ഒരെണ്ണം. അതായത് ഇത് സെയിം എൻവയോൺമെൻറ്റിലല്ലേ, ഇതാണ് ഈ സെയിം എൻവയോൺമെൻറ്റിൽ വരുന്ന ഈ ആൾക്കാരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വലൻ്റ് പ്രോട്ടോണുകളെന്ന് പറഞ്ഞത്. ഇവിടെ ഇത് ഇത്രയും സെയിം എൻവയോൺമെൻ്റ് ആണ്, ഇത് വേറൊരു എൻവയോൺമെൻ്റ് ആണ്. അപ്പം ഇത് ഇക്വലൻ്റ് പ്രോട്ടോണാണ്, ഇതും ഇക്വലൻ്റ് പ്രോട്ടോണാണ്. അതേസമയം ഇതും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ്, ഇതും കൂടെ നോക്കുകയാണെങ്കിൽ നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ്. പക്ഷേ നമ്മൾ ഈ ഒരു സെറ്റ് മാത്രം നോക്കുമ്പം ഇത് ഇക്വലൻ്റ് ആണ്, ഇതും ഇക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ആ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന 5 കോമ്പൗണ്ടുകൾക്കകത്ത് ഉള്ള ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ഏതൊക്കെയാണ്, ഏതെല്ലാം ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺ പ്രസൻറ്റ് ഇൻ ദീസ് കോമ്പൗണ്ട്സ്, അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എണ്ണം നമ്പർ ഓഫ് NMR സിഗ്നൽസ് എത്ര എണ്ണം ആയിരിക്കും എന്നുള്ളതും കൂടെ കണ്ടുപിടിച്ച് നിങ്ങൾ എനിക്കിതിൻ്റെ ആൻസർ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്